മൂവി നല്ല മൂവിയാണ്, നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണും. ഡയറക്ഷനൊക്കെ എഴുതുന്ന ആളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഇത് കണ്ടാൽ ഒരു പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ഇതിലേതായാലും ഞാൻ നന്നായിട്ട് എല്ലാവരും പറഞ്ഞു, അത് മതി. അവന് കഴിവുണ്ടെന്നാണ് ഇതിപ്പോൾ പ്രൂവ് ചെയ്യണം. അതായത് ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ്. എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു മൂവി എത്രത്തോളം സെൽഫ് കോൺഫിഡൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നൊരു മൂവിയാണ്. അപ്പം ലൈഫിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും. എന്നാൽ പോലും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും നേരിടാൻ പറ്റും. ഇപ്പോൾ ഏതൊരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനുണ്ട്. സോ നമ്മുടെ ലൈഫിലും ഏതൊരു പ്രോബ്ലംസിൻ്റെ സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക, ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഒരു ചെറിയൊരു മൂവിയിലൂടെ നമുക്കത് കാണിച്ചു തരും. മൂവി നല്ല മൂവിയാണ്, കണ്ടിരിക്കണം. പേര് പോലെ തന്നെ സീക്രട്ട്, എല്ലാവരും കണ്ടിരിക്കണം. സീക്രട്ട് യൂണിവേഴ്സിനെ കുറിച്ചിട്ടൊരു മെസ്സേജ് ഡിഫറെൻ്റ് ആയിട്ട് സ്വാമി സാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്നിനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണും. ഏത് തരത്തിലുള്ള ഒരു പ്രവചനത്തെയും അല്ലെങ്കിൽ ആസ്ട്രോളജി, മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഈവൻ അന്ധവിശ്വാസം, ഇതെല്ലാം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മറികടക്കാം, അതിനെ തോൽപ്പിക്കാം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. ആ ഒരു ആശയം തന്നെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അതിന് ഇത്രയും നല്ലൊരു സ്ക്രീൻ പ്ലേ ആയിട്ട് സ്വാമി സാറ് മെനഞ്ഞെടുത്തതാണ് അതിൻ്റെ ഒരു വലിയൊരു കാര്യം. അപ്പോൾ അതിൽ നല്ലൊരു വേഷം, മൂർത്തി എന്ന് പറഞ്ഞൊരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം നല്ല നല്ല സംവിധായകരുടെ കൂടെ, നല്ല എഴുത്തുകാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ വളരുന്നത്. അപ്പം വിനീത് ശ്രീനിവാസൻ്റെ കൂടെ, വിനീതേട്ടൻ്റെ കൂടെ 2 സിനിമ ചെയ്തു. ജീത്തു സാറിൻ്റെ കൂടെ, ജീത്തു ജോസഫിൻ്റെ സാറിൻ്റെ കൂടെ നേര് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ എസ് എൻ സ്വാമി സാറിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു വേഷം, നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റി. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനായിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത്. അത്ര നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു, പോസിറ്റീവും നെഗറ്റീവും നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു. ഇത്രയും നല്ലൊരു സിനിമ, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. എല്ലാവരും പോയി കാണൂ. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അങ്ങനത്തെ ഒരു ഇതും ഇല്ല ഇവിടെ. അവർ തനിയായിട്ട് റൂം എടുത്തിട്ടുണ്ട്. അവിടെയാണ് എല്ലാ ഡിസ്കഷൻ ഇതെല്ലാം എഴുത്തിയല്ല. വീട്ടിൽ അങ്ങനെയൊന്നുമല്ല, ഒന്നുമില്ല. അതൊന്നല്ല, അവർ ഇത് ചെയ്യും. ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് പറയാം. ഇത് വലിയ ഇഷ്ടമുണ്ട്. സീക്രട്ട് ആയിട്ട് സൈന്യം ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രിയാലാൽ, മോഹൻലാൽ, സുരേഷ് ഗോപി, അത് ഇഷ്ടപ്പെട്ടു. ആ പടങ്ങൾ കാട്ടിലും ഇതുപോലെ ഫാമിലി പടം ഇതെല്ലാം വലിയ ഇഷ്ടമാണ്. അതെ, തിയേറ്ററിൽ കണ്ടപ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ഇന്നിപ്പോൾ ഇതാ സിനിമ റിലീസായി. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ, സിനിമ വിജയിപ്പിക്കൂ. താങ്ക് യു. നല്ല രസമായിരുന്നു, ഫണ്ണാണ്. ആൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. അതിൽ കൂടുതൽ ഡിഫറൻസസ് ഒന്നും, എപ്പോഴും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ധ്യാൻ ചേട്ടൻ. ശ്യാം സാറിൻ്റെ ഡെബ്യൂ പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ലീഡായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്ന പടമാണ്. ഭയങ്കര സ്പെഷ്യലാണ്. സ്വാമി സാറിൻ്റെയും ധ്യാൻ ചേട്ടൻ്റെയും അപർണയുടെയും ഗ്രിഗറി ചേട്ടൻ്റെയും കലേഷ് ചേട്ടൻ, മണിക്കുട്ടൻ ചേട്ടൻ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി. ഇത് കണ്ടാൽ ഒരു പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. ഇല്ലേ ഡയറക്ഷനൊക്കെ എഴുതുന്ന ആളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. കാരണം അവർ എല്ലാം വിഷ്വലൈസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഏത് സിനിമയും അവരുടെ ഉള്ളിൽ തന്നെ ഒരു വിഷ്വൽ രൂപം അവർ കണ്ടെത്താൻ എഴുതുക. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിനെ ടെക്നോളജിയായിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? ഇവിടെ ഏത് ആർട്ടിസ്റ്റിൻ്റെ പടങ്ങളാണ് തുടർച്ചയായിട്ട് മോശമാകാറ്, അതൊക്കെ ഉണ്ടാവും. ഇതിലേതായാലും ഞാൻ നന്നായിട്ട് എല്ലാവരും പറഞ്ഞു, അത് മതി. അതാണ് പറഞ്ഞത്. അതായത് അവന് കഴിവുണ്ടെന്നാണ് ഇതിപ്പോൾ പ്രൂവ് ചെയ്യണം. അതായത് ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ്. അപ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇപ്പുറത്തുള്ളവർ പഠിക്കണം. ഇപ്പോൾ ഇതുവരെ സോഫാർ എന്നോട് അഭിപ്രായം പറഞ്ഞവർക്ക് നുണയല്ലെങ്കിൽ സത്യമാണ് പറഞ്ഞു. ഈ പടമൊന്നും അങ്ങനെ മോശം പറയാൻ ആർക്കും പറ്റില്ല. പിന്നെ പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമില്ല. അങ്ങനെ ടോട്ടലി ഡിഫറെൻ്റ് ആയ സബ്ജക്റ്റ്, ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റ് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു ഈ ആദ്യമായിട്ട് ഈ പടം കണ്ടോ?
പടം കണ്ടു നോക്കാം. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസൻ അത് എൻ്റെ കഥയ്ക്ക് അയാളാണ് കറക്റ്റ്. എൻ്റെ കഥയിലെ കഥാനായകന് കഥാപാത്രത്തിന് അയാൾ കറക്റ്റായിരുന്നു. അതാണ് കാരണം. അല്ലാണ്ട് വേറൊന്നുമില്ല. ഇപ്പോൾ സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കഥയാണെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കും. ഇനിയിപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഡയറക്ഷൻ പ്രതീക്ഷിക്കാമോ? അത് എനിക്കറിയില്ല. ഞാൻ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരാളല്ല. അപ്പം തോന്നണം, അങ്ങനെ ഒരു കഥ കിട്ടണം, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നണം, അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്.